ഇന്ന് നമ്മളുടെ യാത്ര കണ്ണൂർ ജില്ലയിലുള്ള വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. അപ്പോൾ കൊട്ടിയൂർ ശിവക്ഷേത്രമാണ്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണകാശി എന്ന പേരിലും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കൊട്ടിയൂർ 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് ഇക്കരെ കൊട്ടിയൂരും ഒന്ന് അക്കരെ കൊട്ടിയൂരും അങ്ങനെയാണ്. അപ്പോൾ കൊട്ടിയൂർ ഈ സമയത്ത് പ്രധാനമായ ഉത്സവം നടക്കുകയാണ് അവിടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉത്സവം കാണാനും അവിടെയുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായിരുന്നു നമ്മുടെ ഈ യാത്ര. അപ്പോൾ നമ്മളൊന്നിച്ച് നിങ്ങൾക്കും യാത്ര ചെയ്യാം. ഹായ് ഗൈസ്, ഞങ്ങൾ ഇതാ കൊട്ടിയൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീഹരിയുണ്ട്, ഹരിയുണ്ട് ബാക്കിലിതാ. അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള ഈ യാത്രയിൽ നമ്മളിപ്പോൾ ഏകദേശം ആലക്കോട് കഴിഞ്ഞിട്ടായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ട് നമ്മൾ ആലക്കോട് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് ശേഷമായിരുന്നു ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് അതുവരെയുള്ള റൂട്ടുകളും കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. എന്നിരുന്നാലും നല്ല റൂട്ടാണ്. ഇപ്പോൾ കാസർഗോഡ് മുതൽ ഇരിട്ടി വരെ നമുക്ക് നല്ല റൂട്ടാണ്. റോഡും കാര്യങ്ങളും നല്ല റോഡാണ്. പിന്നെ നമ്മൾ തളിപ്പറമ്പ് വഴിയും കൂടി കൊട്ടിയൂരേക്ക് നമുക്ക് കാസർഗോഡ് നിന്ന് വരാൻ വേണ്ടി സാധിക്കും. തളിപ്പറമ്പ് വഴി ബ്ലോക്കും കാര്യങ്ങളും കൂടുതലുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. പിന്നെ മഴക്കാലം കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ റൂട്ടിന് പ്രത്യേകത കൂടുതലാണ്. കാരണം മാലം സൈഡും പിന്നെ ചെറുപുഴ സൈഡും ഇതെല്ലാം മലനാട് പ്രദേശമാണ്. ഇവിടെ മഴക്കാലത്ത് യാത്ര ചെയ്യാൻ വളരെ ഭംഗിയാണ്. ഹലോ ഗൈസ്, പോകുന്നുണ്ട്, എത്തിയിട്ടാ. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഐറിസിനെ ഓവർടേക്ക് ആക്കിയ സന്തോഷം കാണാൻ പറ്റും. ശ്രീഹരി പറയണ്ട പറഞ്ഞു. ഞാൻ എന്തിനും എഴുതി. നമ്മുടെ യാത്ര ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ അരിയായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം സ്പോൺസർ ചെയ്തത് നമ്മുടെ ശ്രീഹരിയുടെ അളിയനാണ്, ശിവജി, ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ നമ്മളെല്ലാവരും നന്ദി. നേരിട്ട് വരാൻ സാധിച്ചില്ല. അപ്പോ ഈ വ്ളോഗിലൂടെ ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ആർക്കും ആലക്കോട് ഭാഗത്ത് കൂടി പോകാണ്ടെങ്കിൽ ശ്രീഹരി ഒന്ന് കോണ്ടാക്ട് ചെയ്ത്. നല്ലൊരു അമ്പലത്തിന്റെ സ്ഥലം എന്താ, പേരെന്താ? അരങ്ങത്തമ്പലം. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശ്രീഹരിനെ കോണ്ടാക്ട് ചെയ്താൽ ശ്രീഹരി അവിടെ സഹായത്തിനും ചേരുന്നതാണ്. അളിയൻ എല്ലാ ഹെൽപ്പിനും ഉണ്ടായിരിക്കുന്നതാണ്. ശരി, ബാക്കി നിങ്ങൾ സംസാരിക്കും. ഓക്കെ, നമ്മൾ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിന്റെ വിശ്വസത നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ എത്തിപ്പെട്ട് നമ്മൾക്ക് ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരത്ത് തന്നെ കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള ബ്ലോക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 മണി ആ നേരത്തായിരുന്നു നമ്മൾ എത്തിയത്. അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ 7 കിലോമീറ്റർ അകലാണുള്ളത്. അപ്പോൾ അത്ര തിരക്കായിരുന്നു. നമ്മൾ പോയത് ഞായറാഴ്ച ദിവസമായതുകൊണ്ടായിരിക്കാം, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അങ്ങനെ 2 കവാടാണുള്ളത്. ഒന്ന് ഇക്കരെ കൊട്ടിയൂരേക്കും ഒന്ന് അക്കരെ കൊട്ടിയൂരേക്കും. ആയിട്ട് 2 കവാടം നമുക്ക് അവിടെ എത്തിയപ്പാട് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. മാത്രം അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട്. ഇപ്പോൾ ക്ഷേത്ര ഉത്സവ പരിപാടി നടക്കുന്നത് മറ്റേ അക്കരെ കൊട്ടിയൂരായതുകൊണ്ട് നമ്മൾ അവിടേക്ക് നമ്മൾ യാത്ര തിരിച്ചു.
അപ്പോൾ പുറത്ത് കാഴ്ച വസ്തുക്കളെല്ലാം വിൽക്കുന്നുണ്ട് നല്ല നല്ല. പിന്നെ അതുപോലെ തന്നെ തിരക്കിനിടയിൽ കൂടി തന്നെ നമ്മൾ കുറച്ച് കടന്ന് നമുക്ക് അവിടേക്കുള്ള പാലം കിട്ടും, അപ്പുറം അമ്പലത്തിലേക്ക് പോകാനുള്ളത്. അങ്ങനെ അതിലേക്ക് പോയി അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്ന് ഒരു കവാടം കിട്ടും. ആ കവാടത്തിലെ കൂടെ തന്നെ ഒരു പുഴയുടെ മുകളിലൂടെ ഒരു പാലമുണ്ട്, അതിലെ കൂടി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ക്ഷേത്രത്തിലേക്ക് ഈ ഒരു വഴി കൊണ്ടുണ്ട്, അപ്പുറത്തും കൂടി ഒരു പാലമുണ്ട്. ആ പാലത്തിലെ മടങ്ങി വരാനുള്ള വഴിയാണെന്ന് തോന്നുന്നു. ക്ഷേത്രത്തിലേക്ക് ദർശനം കഴിഞ്ഞ് അതുവഴി വരാമെന്നുള്ള രീതിക്കായിരിക്കും ആ പാലം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ പേര് ഈ വഴിയും കൂടി വരുന്നുണ്ട്. അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. അമ്പലത്തിലേക്ക് എത്തി. നമുക്ക് കൂടുതൽ വിശേഷങ്ങളോട് ചോദിച്ചറിയാം. അമ്പലത്തിലെ ദർശനത്തിന് കഴിയും തോന്നിയിട്ടാണ് പുറത്ത് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര തിരക്കാണ് ഇന്നത്തെ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കാണ് കൊട്ടിയൂർ പൊതുവെ. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്നുള്ളത് അവിടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ അതിന് ക്ഷേത്രത്തെ ഒന്ന് വലം വെക്കണമെങ്കിൽ നമുക്ക് പുരുഷന്മാർ തോക്കം അല്ലെങ്കിൽ മുണ്ടാണ് ധരിക്കേണ്ടത്. നമുക്ക് പാൻറ്റും മറ്റു വസ്ത്രങ്ങളും ധരിച്ച് അതിന് ഉത്തരകേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ജ്യോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള മെയ് മാസം മധ്യത്തോടു കൂടി തുടങ്ങി ജില്ലയിലെ മധ്യത്തോടെ ദിവസങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് ഉത്സവം നടക്കുന്നത്. 28 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ഉത്സവം ഉണ്ടാവാറുള്ളത്. ഇതിൽ അവസാന കുറച്ച് ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല. മണ്ഡാരം എഴുന്നള്ളുന്ന നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവമാണ്. അങ്ങനെയാണ് ഇവിടെ ഉത്സവമെല്ലാം ആഘോഷിക്കാറുള്ളത്. കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നുണ്ട്. അപ്പോൾ പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, എന്നാൽ വടക്കു ഭാഗത്തായിട്ടാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഉത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂർ ഉത്സവ കാലത്തേക്ക് മാത്രമായിട്ടാണ് ക്ഷേത്രം കെട്ടിയിട്ടുണ്ടാകുന്നത്. ഈ ക്ഷേത്രമൊക്കെ കാണുന്ന ചെറിയ ക്ഷേത്രങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടാകുന്നത് ഉത്സവം നടക്കുന്ന ഈ ശിവയിലൊക്കെ കഴിഞ്ഞ് ആന കുളിക്കുകയാണ്. അപ്പോൾ കുറേ പേര് അതുവഴി നടന്നു വരുന്നുണ്ട്, കുറേ പേര് അത് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതൊന്ന് ഷൂട്ട് ചെയ്തതാണിത്.
ശേഷം നമ്മൾ ആനയെ കെട്ടിയിട്ട സ്ഥലത്തേക്കൊന്ന് പോയി. അപ്പോൾ ആനയ്ക്ക് അവിടെ തീറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്, പനയൊക്കെ കൊടുക്കുന്നുണ്ട്, പനയോലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആനയോട് ഒന്നിച്ചില്ലേ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നു. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ആ വഴി ക്ഷേത്രത്തിലുള്ള വഴി ജനത്തിരക്ക് കൂടിയതിനാൽ നമ്മൾ അതിനെ കൂടി തന്നെ നേരെ പുറവശത്ത് കൂടി വന്നിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതിലെ വഴി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ പുഴയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി നമ്മൾ പോവുകയാണ്. ഒത്തുപോയി. ഇത് വാട്ടർ പ്രൂഫ് അല്ലേ ചേട്ടാ? ഇത് ഈ പുഴയിൽ നമ്മൾ ഒന്ന് കുളിച്ചു. ചെയ്യാത്ത ബീച്ചാണ്. മഴയില്ലാത്തതുകൊണ്ട് ചെറിയ വെള്ളമാണ് പുഴയിൽ. അത്യാവശ്യം വെള്ളമേ ഉള്ളൂ. നല്ല വെള്ളം എന്ന് പറയാനില്ല. അത്യാവശ്യം നമുക്ക് ഒന്ന് മുങ്ങി കുളിക്കാം. അത്ര വളരെ പുഴയുള്ളൂ. നമ്മളെല്ലാവരും ഒന്ന് കുളിച്ചു. എന്നിട്ട് വീണ്ടും യാത്ര തിരിച്ചു. ഇവിടെ ഒരു ചേട്ടൻ കടലയൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മൾ ഒരു 20 രൂപ കൊടുത്തൊരു കടലയൊക്കെ വാങ്ങി എന്നിട്ട് എല്ലാവരും കഴിച്ചു. ഒരു പാക്കറ്റ് കടലയ്ക്ക് 20 രൂപയാണ് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കടല വാങ്ങി കഴിച്ചു. പിന്നെ കൊട്ടിയൂരിൻ്റെ പ്രധാന ആകർഷണമാണ് ഈ ഓടപ്പൂ എന്നുള്ളത്. ഇത് മുളാന്ന് തോന്നുന്നു. മുളേനെ എന്തോ ടച്ച് അടിച്ചിട്ടാണ് അത് അവർ ഉണ്ടാക്കുന്ന തോന്നുന്നു. അപ്പോൾ 2 പേരെ അത് ഉണ്ടായിക്കൊണ്ടുണ്ട് ഓടപ്പൂവ്. അപ്പോൾ അതാണ് നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ആ പൂ കാണാൻ വേണ്ടിയിട്ട്. ഓടപ്പൂ എന്നുള്ളത് നമ്മൾ തൊട്ടിട്ടൽ നോക്കിയത്. അപ്പോൾ ഭയങ്കര രസമാണത്. വാങ്ങിയില്ല. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും അവിടെ നമുക്ക് ഈ പൂ കാണാം. ഓടപ്പൂ വന്നിട്ട് തൂക്കിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും അത് വാങ്ങുന്നുണ്ട്. വന്നവർ ഏകദേശം അത് വാങ്ങിയിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ നല്ല ആകർഷണം കൂടിയാണത്. നമുക്ക് കാണുമ്പോൾ എന്തായാലും ഒന്ന് വാങ്ങാൻ തോന്നും. അത്രയ്ക്കും ആകർഷണമാണ് ആ ഓടപ്പൂന്ന് അവിടെ കാണാൻ നമുക്ക്. അപ്പോൾ കുറേ സ്ഥലത്ത് ഇത് കൊട്ടിയൂരിൻ്റെ മിക്ക ചന്തകളിലും ഇതുണ്ട് ഓടപ്പൂവ്. അപ്പോൾ പ്രധാന ഒരു സംഭവമായിട്ടാണ് ഓടപ്പൂ ഉള്ളത് അവിടെ. രണ്ട് ക്ഷേത്രത്തിലെ കവാടം. ഇത് അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള കവാടം. കോഴിക്കോട് വലിയകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് വന്ന ശാന്ത, ചന്ദ്രിക എന്നിവർ കൂടെ വന്നവരെയും കാത്ത് ഇക്കരെ ക്ഷേത്ര നടയിൽ നിൽക്കുന്നു. കോഴിക്കോട് വലിയകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് വന്ന ശാന്ത, ചന്ദ്രിക എന്നിവർ ഇക്കരെ ക്ഷേത്ര നടയിൽ നിൽക്കുന്നു. അവിടുന്ന് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ തിരഞ്ഞുകൊണ്ട് വന്നു. അങ്ങനെ ഒരു ഹോട്ടൽ കിട്ടി. അങ്ങനെ അവിടെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കയറി. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. നമ്മൾ ഹോട്ടലിൽ കയറി നോക്കി. അവിടെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. എന്നിട്ട് വെയിറ്റ് ചെയ്തു ഫുഡ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം. എന്നിട്ട് ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മൾ അതുവഴി നേരെ ഇരിട്ടി വീരാജിപ്പേട്ടയ്ക്ക് നമ്മൾ യാത്ര തിരിച്ചു. എൻ്റെ വീരാജിപ്പേട്ട മടിക്കേരി വഴി വരാനായിരുന്നു നമ്മൾ പ്ലാന്. എന്നിട്ട് നേരെ യാത്ര തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.